അന്നേ ഞങ്ങളെത്തി. പപ്പ ഒരൊന്നു കൊള്ളാലോ. ആരുണ്ടാക്കിയേ? ഞാനിവരെ വീടുണ്ടാക്കി. നീയും അവരെ കൂടി സഹായിച്ചല്ലേ കഴിച്ചു. അടിപൊളിയായിട്ടുണ്ട്. ഹാപ്പി ക്രിസ്മസ്. ഹലോ എവരിവൺ, ഹെവൻലി ബ്ലിസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ബാറക് മോർ ഡേ 8 എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാ? സെന്റ് അൽഫോൺസോ യൂണിറ്റ്സിലെ പാണങ്ങാട്ട് തോമസ് ഏട്ടന്റെ ഭവനത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പൊ നമുക്കിനി നമ്മുടെ ഹെവൻലി ബ്ലിസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിനെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് തോമസ്, വീട്ടുപേര് പാണയങ്ങാട്ട്. എൻ്റെ ഭാര്യ ലില്ലി, മകൻ ഏക മകൻ വിൽസൺ, മകള് ബീന, പേരക്കുട്ടികൾ 2 പേര്, ഒന്ന് വിന്നി, അന്ന. ഇതാണ് ഞങ്ങൾ കുടുംബം. നിങ്ങളെ സന്തുഷ്ട കുടുംബമാണ് ഇത്. നിങ്ങളെ സംബന്ധിച്ചോളം ചെറിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ്. കുറേ കാലങ്ങൾ മുമ്പ് തന്നെ ഞങ്ങളൊരു ചെറിയ ഒരു കൊച്ചു കൃഷിക്കാരാണ്, ചെറുകിട കൃഷിക്കാരാണ്. ഞങ്ങളുടെ കുടുംബം കർഷക കുടുംബം തന്നെയാണ്. എന്നാലും ഇപ്പോൾ അപ്പച്ചൻ മാത്രമുള്ള കർഷകനായിട്ട് ഞങ്ങളൊക്കെ ആ ഫീൽഡ് വിട്ടു. എന്നാലും ഇല്ലയെന്നല്ല പറയണേ. ഇപ്പം ഞാൻ മെക്കാനിക്കാണ്, പ്രീമിയം വണ്ടികളുടെ മെക്കാനിക്കായിട്ട് ഇപ്പോൾ നാട്ടിലാണ്, മണ്ണുത്തിയിലാണ് വർക്ക് ചെയ്യണേ. ഇവള് സ്റ്റാഫ് നഴ്സാണ്, അമല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണു. ഇപ്പോൾ വാർഡ് ഇൻചാർജൊക്കെ ആയിട്ടുണ്ട്. മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൈക്കാട്ടിൽ, മോൻ ബിടെക്കിന് പഠിക്കുന്ന ട്രിപ്പിളി. പിന്നെ അമ്മ അംഗൻവാടി ടീച്ചറാന്നുള്ള കാര്യം അപ്പച്ചൻ വിട്ടുപോയി. ഇപ്പോൾ റിട്ടയർ ആകുന്നുള്ള കുറേ കാലം അംഗൻവാടി ടീച്ചറാണ്. കുറേ കുട്ടികളൊക്കെ പഠിച്ചതിൻ്റെ വലിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് നമുക്ക്. ഓക്കെ, ഇനി വിൽസമാശ ആദ്യം നമ്മുടെ ദുബായിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തായിരുന്നേ അല്ലെ? അപ്പൊ അവിടുത്തെ ഒരു ക്രിസ്മസ് എന്തെങ്കിലും അനുഭവമോ അങ്ങനത്തെ വല്ലതും ഒന്ന് നമുക്ക് വേണ്ടിട്ട് ഷെയർ ചെയ്യോ? ദുബായിൽ ഞാനൊരു 11-12 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇവളവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ ഓർമ്മകൾ നാട്ടിൽ തന്നെയാണ്. നിങ്ങളെ പോലെ തന്നെ ഓൾട്ടർ ബോയ്സ്, CLC ഇതിലൂടെയൊക്കെ തന്നെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. എന്നിരുന്നാലും കൂടുതൽ ഒരു പറയാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഫാക്ടർ ദുബായിലൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ, കുഴപ്പമില്ല. ഞാൻ അവിടെ അങ്ങനെ ക്രിസ്മസ് കൂട് ഉണ്ടാക്കി വെക്കുന്ന പരിപാടികളൊന്നും അതില്ല. ചർച്ചിൽ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് അവിടെ ചർച്ചിൽ പോവുക. ചർച്ചിൽ പോയി ക്രിസ്മസ് ഒന്ന് ആഘോഷിക്കുക, പോരുക. പാതിര കുർബാന അവിടെ ഉണ്ട്, മലയാളം കുർബാന ഉണ്ട് അവിടെ. അങ്ങനെ അപ്പോൾ പാതിര കുർബാനയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഒരു വർഷം എനിക്ക് തോന്നി ഞങ്ങളുടെ യാർഡിൽ ഒരു ക്രിസ്മസ് കൂടൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടികളെയൊക്കെ പിള്ളേരനൊക്കെ കൂട്ടിയിട്ട് ഒരു ക്രിസ്മസ് കൂട് തട്ടിക്കൂട്ടി. ഇവിടുത്തെ പോലെയൊക്കെ തന്നെ ഈ പഞ്ഞിമാലിയൊക്കെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പഞ്ഞി കുറച്ച് കൂടുതലായിരുന്നു. കാരണം അതിട്ടുണ്ടെങ്കിൽ കുറച്ച് എഫക്റ്റ് കൂടുതലാണല്ലോ. ഒരു കുറച്ച് ഹൈറ്റിലൊക്കെ യാർഡിന്റെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഒരു ക്രിസ്മസ് ട്രീയും അതിന്റെ മുകളിൽ കുറെ പഞ്ഞിക്ക് അലങ്കരിച്ചു. പിന്നെ വലിയൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി രാത്രി ഒരു 12 മണി 12:30 വരെയൊക്കെ നിന്നിട്ടാണ് ഏകദേശം നിന്ന് അവസാനിപ്പിച്ചത്. പെർമിഷനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പരിപാടി കഴിഞ്ഞൊരു 1 മണിക്കായപ്പോൾ വീട്ടിലെത്തി, ഫ്ലാറ്റിലെത്തി. അവിടെ നിന്ന് നേരം വെളുത്തൊരു 7 മണിക്ക് അവിടെ ഡ്യൂട്ടിക്ക് കയറണം. ഈ പറഞ്ഞ വിശേഷം ഒന്നും അവിടെ പറയാൻ പറ്റില്ല. 7 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം അവിടെ നിർബന്ധമായിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 5:30-6 മണിയാകുമ്പോൾ എണിച്ച് കവറുകളും കാലിലൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ നേരത്താണ് നോക്കിയപ്പോഴാണ് ഏകദേശം മുട്ട് വരെ വെള്ളമാണ് ഫ്ലാറ്റിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ. നല്ല മഴ തിമിർത്ത് പെയ്തു. സത്യത്തിൽ എനിക്ക് ചെറുതായിട്ട് സങ്കടം വന്നു. കാരണം കണ്ണെന്നൊക്കെ ചെറുതായിട്ട് വെള്ളം വന്നു. കാരണം കഷ്ടപ്പെട്ട് ഒരു രാത്രി 1 മണി വരെയൊക്കെ നിന്ന് പണിയെടുത്ത, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ഞിമിലുള്ള നമ്മുടെ ഗുസ്തി മുഴുവൻ ഇത്ര നല്ല മഴ പെയ്ത് എന്തായാലും ആ ക്രിസ്മസ് കൂടെ ഏകദേശം എനിക്ക് രൂപം എൻ്റെ മനസ്സിൽ വന്നു. അപ്പം ഞാൻ തമ്പുരാനെ പറഞ്ഞു, തമ്പുരാൻ ഇത്ര കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടിയിട്ടൊരു സാക്ഷ്യം പോലെയാണ് നമ്മളത് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആവാനുള്ള ഗതി. പെറ്റാണെങ്കിൽ നീ അവിടെ വലിയൊരു കുട പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ മാത്രം ഒന്നൊരു സെറ്റപ്പ് ആവണമെങ്കിൽ രക്ഷപ്പെട്ട് കിട്ടിയെന്ന് വെറുതെ ഒരു നടക്കാത്തൊരാഗ്രഹമാണ് ഞാൻ അങ്ങനെ മനസ്സിലാഗ്രഹിച്ചു പോയി. അങ്ങനെ അന്ന് കമ്പനി വണ്ടിയൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് പോണ വഴിയിലൊക്കെ നിറച്ച് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ എൻ്റെ യാർഡിൻ്റെ അവിടെ എത്താറായി തുടങ്ങിയപ്പോൾ അവിടെ മഴയില്ല. ഏകദേശം എൻ്റെ യാർഡിൻ്റെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു തുണ്ട് മഴ അന്ന് പെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് യാർഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കിയുള്ള സ്ഥലങ്ങൾ അബുദാബിയിലേക്ക് ആ വഴിക്ക് കയറുമ്പോഴൊക്കെ വീണ്ടും നല്ല മഴയായിരുന്നു. ഞാൻ തമ്പുരാന് ശരിക്കൊരു താങ്ക്സ് പറഞ്ഞൊരു സമയമായിരുന്നു. ഞാൻ കുറച്ച് ഹൈറ്റിലാണ് പുൽക്കൂട് ഉണ്ടാക്കിയത്. അവിടുന്ന് ലാഡറൊക്കെ എടുത്തു കൊണ്ടിട്ട്
ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കിയ മുന്നേ ഞാൻ ഈ കൂട്ടിൽ വന്നിട്ട് ഉണ്ണീശോന്റെ ഉമ്മ ഇങ്ങനെ പരിപാടി എനിക്ക് ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് അതിന്റെ ഉള്ളിലിരിക്കുന്ന ഉണ്ണീശോ കുറച്ച് വെയിറ്റ് ഉള്ള ആളാന്ന് എനിക്ക് തോന്നി. ഞാൻ മുകളിൽ കയറി നിന്ന് ഉണ്ണീശോനൊക്കെ തൊട്ടൊന്ന് മുത്തി. ഞാനിപ്പോഴും കാറ്റസൊക്കെ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഞാനിപ്പോഴും അത് പറയാറുള്ള ഒരു കാര്യമാണ്. പലരും ചോദിച്ചപ്പോ ഞാനത് ഓർമ്മ പറഞ്ഞത് മാത്രം. അതൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അതെ, ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോഴേ അതൊരു ത്രില്ലിംഗ് ഫാക്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും. എനിക്ക് സത്യത്തിൽ അറിയായിരുന്നു മാഷ് ഇത്. ഞാൻ 10th പഠിക്കുമ്പോഴാണ് കാറ്റഗിസം എന്നെ മാഷ് പഠിപ്പിച്ചായിരുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ഇത് പറയുമ്പോഴും ഞങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും അത്ഭുതത്തോടെ കാണുന്ന ഒരു ഇൻസിഡന്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളത് കേൾക്കണം. ഓക്കെ, അത് നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും. ലിലിജി, ഈ 50 വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടിരിക്കാന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ ഈ 50 വർഷത്തിലെ ചെറുപ്പത്തിലെ ക്രിസ്മസ് അനുഭവങ്ങളാണോ അല്ലെ ഇപ്പൊ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ക്രിസ്മസ് അനുഭവങ്ങളാണോ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്? തങ്ങി നിൽക്കുന്ന പറഞ്ഞാൽ 50 വാർഷികം ആഘോഷിക്കുന്നത് പറഞ്ഞാൽ അത്ര എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമില്ല. അതെനിക്ക് കിട്ടിയത് എനിക്ക് ദൈവത്തിന് ആദ്യം നന്ദി പറയാ. എല്ലാവർക്കും കിട്ടുന്നതല്ല അത് 50 വാർഷികം ആഘോഷിക്കാൻ. അപ്പോൾ അത് ആദ്യമായിട്ട് ഞാൻ നന്ദി ഒന്നുകൂടും പറയാം. പിന്നെ നമ്മൾ ചെറുപ്പത്തിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞു. ചെറുപ്പത്തിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പാതിരാനിക്ക് പോകുമ്പോൾ ചെന്നിരുന്ന് ഉറങ്ങണം. അല്ലാണ്ട് പാതിരാന് കാണുന്നില്ല, ഉറങ്ങുക. അച്ഛൻ എന്ത് പറഞ്ഞാലും കേൾക്കണമെന്നില്ല. കഴിഞ്ഞാൽ എനിക്ക് അന്ന് വട്ടപ്പം മുറിച്ചിട്ട് ഇറച്ചിയിലൊന്നും പള്ളിയിലില്ല, ഒന്നുമില്ല അവിടെ. ഈ പാതിരാനിക്ക് പോകുമ്പോൾ അവിടെ പോയിരുന്നു ഉറങ്ങിയിട്ട് പോയിരുന്നു കുണുത്തൊന്നിത്തിരുന്നു. അപ്പം ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞങ്ങൾ വേലൂരായിരുന്നു. അപ്പം ഞങ്ങൾ രാത്രി പാതിരാനിക്ക് പോവും. ഞങ്ങളിങ്ങനെ മധുത ആഘോഷിച്ച് പോണ പോലെ ഇവിടുന്ന് വേലൂർ നടക്കുക. അപ്പം അതൊരു സുഖമായിരുന്നു. ഞങ്ങൾ മാത്രമല്ലായിരുന്നു, ഞങ്ങളുടെ കൂടെയുള്ളവർ അടുത്തുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞ് വേലൂരെത്തും. അവിടെ വേലൂരെത്തി ക്രിസ്മസ് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് അവിടെ തിരിച്ച് ഇങ്ങോട്ട് വേലൂർ നടക്കുന്ന നല്ല ഇതല്ലേ, ചെറുപ്പല്ലേ. ഇപ്പൊ ഒരു അടി നടക്കുന്ന നോക്കണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞു ഇവര് മക്കളൊക്കെ ആയി. എന്നാലും അന്നത്തേക്കാളും ക്രിസ്മസ് ആഘോഷം ഇപ്പോഴാണ് വളരെ മനോഹരമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചോണ്ടിരിക്കുന്നത്. മക്കളും പേരമക്കളൊക്കെ കൂടിയിട്ട് പള്ളിയിൽ പോവാ, കാറുണ്ട്, അങ്ങനെ പോയിട്ട് അന്ന് നടന്നിട്ടല്ലേ പോണേ. ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പോവുക വരിക, പള്ളിയിൽ എന്തുണ്ടെങ്കിലും ചെല്ലുക വരിക, സുഖപ്പെടാ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് അനുഭവമാണ് ലിലീസ് നമുക്ക് വേണ്ടി പങ്കുവെച്ചത്. എന്തായാലും ക്രിസ്മസ് അടുക്കാറായി. അപ്പൊ ക്രിസ്മസിന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്രാവശ്യം സ്പെഷ്യൽ ആയിട്ട് എന്താണ് ഡിഷായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഉണ്ട്. വട്ടയപ്പവും താറാവ് കറിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണല്ലോ. താറാവ് കറി അങ്ങനെ അത്രയ്ക്ക് ഉണ്ടാക്കാറില്ല. അപ്പൊ ഇപ്രാവശ്യം പതിർകുർബാന കഴിഞ്ഞ് വരുമ്പോൾ അപ്പൊ തന്നെ എല്ലാവർക്കും വേണം ഫുഡ്. തിരിച്ചപ്പോൾ തലേദിവസം തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കും 24-ാം തീയതി തന്നെ. അപ്പോ താറാവ് കറിയും വട്ടയപ്പമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അടിപൊളിയായിട്ട് നടക്കട്ടെ, നല്ല ഡെലീഷ്യസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റട്ടെ. ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും വരാൻ. അപ്പൊ പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത് ക്രിസ്മസ് ആയിട്ട്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. എന്തായാലും ഹാപ്പി ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊന്ന് കേക്ക് കട്ടിയത് ആഘോഷിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ കുളിരും രാവിൽ രജപാലകർ ദേവഗാനം കേട്ടു ആമോദരായി.
അപ്പൊ അന്നെ ഇവിടെ സ്റ്റാർ ഒക്കെ നല്ല ഭംഗിയില് തൂക്കിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ സ്റ്റാർ തൂക്കണതിന്റെ പിന്നിലത്തെ സ്റ്റോറി അറിയോ? അത് പണ്ട് ഉണ്ണീശോ ജനിച്ചപ്പോ ഉണ്ണീശോനെ കാണാൻ വന്ന രാജാക്കന്മാർക്ക് വഴികാട്ടിയ ഇത് സ്റ്റാർ ആണല്ലോ. ഓക്കെ അപ്പൊ ആ സ്റ്റാറിന്റെ ഇതിലാണ് ഇപ്പൊ ഇവിടെ എല്ലാ വീട്ടിലും എല്ലാ സ്റ്റാർ തൂക്കണേ. ഓക്കെ ഗുഡ്. പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ പള്ളിയുടെ ഹെവൻലി ബ്ലിസ് ചാനല് പോയിരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ഉദ്യമം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന് എനിക്കറിയാൻ നന്നായിട്ട്. എന്തായാലും ഞാൻ കാണാറുണ്ട്. വളരെ മനോഹരമാവുണ്ട്. ഞങ്ങളുടെ നന്നാവട്ടെ പരിപാടികൾ. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങൾ തുടർന്നും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മുടെ ഹെവൻലി ബ്ലിസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിയുടെ വക ഒരു ക്രിസ്മസ് വിഷ് ആയാലോ? പിന്നെ മേരി ക്രിസ്മസ്.